സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പലയിടങ്ങളിലെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ. We will not speak. Move, guys. Please, please, please. We will not. पीछे करो. पीछे. PCC president. Side. കേരള ഹൗസിലേക്ക് എത്തുമ്പോഴും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അറിയിക്കാമെന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇപ്പോഴും അദ്ദേഹം കൂടുതലൊന്നും പറയുന്നില്ല. കേരള ഹൗസിൽ അദ്ദേഹം പുറത്തേക്ക് വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് മൗനമാണ് മറുപടി. 4 മണിയുടെ ചർച്ച. കേരളത്തിൽ തുടരുന്ന പരസ്യ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ, ഫ്ലക്സ് വെപ്പ്, അത്തരത്തിലുള്ള പരസ്യമായ പോരിനോട് പോലും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. കേരള ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. അല്പം മുമ്പ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഫ്ലക്സ് പോര് അല്ലെങ്കിൽ ഈ പരസ്യ പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, രമേശ് ചെന്നിത്തല ഇനി എങ്ങോട്ടേക്കാണ് കേരള ഹൗസിൽ നിന്ന് പോകുന്നത്? ഗോകുൽ, എന്തായാലും 4 മണിക്കാണ് കൂടിക്കാഴ്ച പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യാതൊന്നും തന്നെ പ്രതികരിക്കാതെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ കേരള ഹൗസിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ചോദ്യങ്ങളോട് അദ്ദേഹം മൗനം തുടരുകയാണ്. നേരത്തെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് VD സതീശന് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു എന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം മൗനം തുടർന്നിരുന്നു. അതെന്തായാലും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ന് രാവിലെ കണ്ടപ്പോഴും പറഞ്ഞത് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ അറിയിക്കാം എന്നതായിരുന്നു രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞ മറുപടി. അതേസമയം രാവിലെ പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയ്ക്കായിട്ടുള്ള സമയം ലഭിച്ചില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും നേതാക്കൾക്ക് 4 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ച് ആ കൂടിക്കാഴ്ചയ്ക്കൊരു സമയം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അവിടേക്കാണോ രമേശ് ചെന്നിത്തല പോയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്നിരുന്നാലും ഇന്ന് ആ കൂടിക്കാഴ്ച നടത്തുകയും ഒരു തീരുമാനം, ഒരു സമവായത്തിൽ, നേതാക്കൾക്കിടയിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ശരി അച്യുതൻ, ഏതായാലും നേതാക്കൾ കൂടുതൽ പ്രതികരണത്തിലില്ല. 4 മണിയിലെ ആ നിർണായക ചർച്ചയിലേക്കാണ് ഇനി എല്ലാ കണ്ണും ഉറ്റുനോക്കുന്നത്. നേതാക്കൾക്കും നെഞ്ചിരിപ്പോടെയാണ് അവർ കാത്തിരിക്കുന്നത്. ഖർഗെയുടെ വസതിയിലെ ആ ചർച്ചയിൽ എന്താകും തീരുമാനമെന്നതാണ് രാഷ്ട്രീയ കേരളവും ഉറ്റു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.